ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അജയ്ക്ക് ഒരു ബർത്ത്ഡേ വിഷസ് ഒക്കെ നൽകാൻ കേട്ടോ നമ്മുടെ അഞ്ജന, അതായത് ഒരു ബൊക്കയും ഒരു ലെറ്ററും ഒക്കെ കൊടുക്കാൻ കേട്ടോ. അങ്ങനെ അജയ് വന്ന് തൻ്റെ ഓഫീസിൽ വന്ന് കസേരയിൽ ഇരിക്കുമ്പോഴേക്കും ആ ഒരു ബർത്ത്ഡേ വിഷസ് ആ ഒരു കാർഡും ഒക്കെ കാണുകയാണ്. അങ്ങനെ ബൈ അഞ്ജന എന്ന് കണ്ടപ്പോൾ തന്നെ നമ്മുടെ അജയ്ക്ക് കലി വരികയാണ്. അജയ് അത് അങ്ങനെ എടുത്തിട്ട് എറിയാണ് കേട്ടോ. ഇതേ സമയത്ത് കൃത്യസമയത്ത് തന്നെ അഞ്ജന അവിടെ നിൽപ്പുണ്ടായിരിക്കും. അഞ്ജനയുടെ കാൽക്കലായിരിക്കും ആ ഒരു ഗിഫ്റ്റ് വീഴണത്. അഞ്ജന അതും എടുത്തുകൊണ്ട് ഉള്ളിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, കൊള്ളാം, ഇത് എൻ്റെ മനസ്സാണ്, ഞാൻ സ്നേഹത്തോടു കൂടി നിനക്ക് തന്നതാണ്, പക്ഷെ അതിനെ അംഗീകരിക്കാനോ അതിനെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാതെ ഇങ്ങനെ വലിച്ചെറിഞ്ഞത് എന്തായാലും വളരെ മോശമായിപ്പോയി അജയ്. ഇതുകൊണ്ടൊന്നും ഞാൻ പിന്തിരിഞ്ഞോടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, നീ എന്തിനാ എൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നിന്നെ ഒരിക്കലും അങ്ങനെ കാണാൻ കഴിയില്ല. എൻ്റെ സങ്കല്പത്തിൽ എനിക്ക് നിന്നെ അങ്ങനെ പോലും ചിന്തിക്കാൻ കഴിയില്ല. എൻ്റെ മനസ്സിൽ മറ്റൊരാളോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലോ, പക്ഷെ നീ അതൊന്നും കേൾക്കാനോ ഒന്നും നീ തയ്യാറാവുന്നില്ലല്ലോ. ഞാനൊരു കാര്യം പറയാം, എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും ശരി, എൻ്റെ മനസ്സിൽ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നീ വരില്ല എന്ന് പറയുമ്പോൾ അഞ്ജന പറയുന്നുണ്ട്, അത് നിനക്കങ്ങനെ ഉറപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ മുത്തശ്ശിയും വീട്ടുകാരും എല്ലാവരും കൂടെ തീരുമാനിച്ച് ഉറപ്പിച്ചതാ. ഇനി കുറച്ച് ചടങ്ങുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പിന്നെ നീ എന്നോട് പറഞ്ഞില്ലേ ആ ചായക്കടക്കാരനെ നിനക്ക് ഇഷ്ടമെന്ന്, പക്ഷേ അത് അങ്ങനൊന്നും അല്ല എന്ന് ആൽഫ്രഡ് പറഞ്ഞല്ലോ. അവൻ്റെ സഹോദരി നയനേനെ നിനക്ക് ഇഷ്ടമാണെന്നൊക്കെ. അപ്പോൾ ഇതിൽ ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? അതോടുകൂടി തന്നെ എനിക്ക് മനസ്സിലായി, നീ ഇതൊക്കെ കള്ളത്തരമായിട്ട് പറയുന്ന, ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് നീ ചമഞ്ഞ് എടുക്കുന്ന കള്ളത്തരങ്ങളാണ് ഇതെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊന്നും പിന്തിരിഞ്ഞോടാൻ ഞാൻ ഒരുക്കല്ല. ഇന്ന് നീ എൻ്റെ ഗിഫ്റ്റ് മാത്രമല്ലേ വലിച്ചെറിഞ്ഞിട്ടുള്ളൂ, എന്നെ വലിച്ചെറിഞ്ഞിട്ടില്ലല്ലോ. അതിനുള്ള സാഹചര്യം ഞാൻ നിനക്ക് തരികയുമില്ല. എന്തായാലും ഈ ജന്മത്തിൽ എനിക്കൊരു ഭർത്താവുണ്ടെങ്കിൽ അത് നീ മാത്രമായിരിക്കും. എൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് അജയ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ജന അവിടെ നിന്ന് പോകാൻ നിൽക്കുമ്പോഴായിരിക്കും കേട്ടോ അവിടേക്ക് നമ്മുടെ ഭൂമിയുടെ വരവ്. അത് കാണുമ്പോൾ അഞ്ജനയ്ക്ക് കലിയിളകുകയാണ്. ഭൂമിയെ കണ്ടുടനെ പറയുന്നുണ്ട്, അവൾ വന്നിരിക്കുന്ന, അവൾ പോലീസ് സ്റ്റേഷൻ്റെ കീഴിൽ തന്നെ പോയി ചായക്കട തുടങ്ങിയിട്ട് അവിടുന്ന് ആണുങ്ങളെ കറക്കി വലിക്കാൻ വേണ്ടിയിട്ട് നടക്കുന്നവൾ. പണം വേണമല്ലോ ജീവിക്കാൻ വേണ്ടി. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫ്രോഡ് പരിപാടി കാണിച്ചാലല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. 10 രൂപയുടെ ചായ കൊടുത്താൽ അതിൽ കിട്ടുന്ന ലാഭം കൊണ്ടൊന്നും ജീവിതം മുൻപോട്ട് പോകില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അഞ്ജനയ്ക്ക് നല്ല ദേഷ്യം പറഞ്ഞിട്ട് അഞ്ജന ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. ആ ഒരു സമയത്ത് അഞ്ജന അജയ്ക്ക് ഇന്ന് ഒരു സ്പെഷ്യൽ ചായ എന്നൊക്കെ പറഞ്ഞ് ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഞ്ജനയ്ക്ക് കലിയിളകി നിൽക്കുകയാണേ. അജയ്ക്ക് ചായയും കൂടെ കൊടുക്കുന്നുണ്ടപ്പോൾ അഞ്ജനയുടെ കൺട്രോൾ പോകുക എന്ന് തന്നെ പറയാം. അങ്ങനെ അഞ്ജനയാണെങ്കിൽ ആ ചായ ഗ്ലാസ് തട്ടിത്തെറിപ്പിക്കുകയാണ് കേട്ടോ. ഉടനെ അജയ് ചാടി എണീറ്റിട്ട് ഇങ്ങനെ അഞ്ജനയെ നോക്കിയിട്ട്, എൻ്റെ അഞ്ജന, ഇത് നിൻ്റെ വീടല്ല, ഇത് പോലീസ് സ്റ്റേഷനാണ് എന്ന് പറഞ്ഞിട്ട് മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോണം എന്ന് പറഞ്ഞിട്ട് അജയ് എണീക്കുമ്പോൾ നമ്മുടെ ഭൂമിയുടെ മുഖമാകെ വിളറി നിൽക്കുന്നത് കാണുമ്പോൾ ഭൂമിയോട് സാരയില്ല പൊയ്ക്കോ എന്ന രീതിയിൽ ഒരു കണ്ണുകൊണ്ടിങ്ങനെ കാണിച്ചിട്ട് അജയ് അവിടെ നിന്നും എണീറ്റ് പോകുകയാണ് കേട്ടോ. ഈ സമയത്ത് അഞ്ജനയോട് പറയുന്നുണ്ട്, ഭൂമി പറയുന്നുണ്ട്, നിനക്ക് പണ്ടൊരിക്കൽ ഞാൻ തന്നത് ഓർമ്മയുണ്ടല്ലോ, ഇനിയും എൻ്റെ മെക്കിട്ട് കയറാൻ വന്ന അതിൻ്റെ ഇരട്ടിയായിരിക്കും ഇനി നിൻ്റെ മുഖത്ത് വീഴാൻ പോകുന്നത്. അഹങ്കാരം അങ്ങ് കയ്യിൽ വെച്ചാൽ മതി, കാശ് ഉള്ളിടത്തെയാണെന്ന് പറഞ്ഞിട്ട് എന്നോട് കളിക്കാൻ നിൽക്കല്ലോ കേട്ടോ. പണിയെടുത്ത് തഴമ്പിച്ച കൈയും കൊണ്ടൊരെണ്ണം തന്നാലുണ്ടല്ലോ, അന്നത്തെ വേദന ഇന്നും നിനക്ക് മാറിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് നല്ല മാസം മറുപടികൾ കൊടുത്തിട്ട് അഞ്ജന അവിടെ നിന്ന് പോകുകയാണ് കേട്ടോ. അങ്ങനെ അജയിനെ പിന്നീട് കാണുമ്പോൾ അജയ് ആണെങ്കിൽ പറയുന്നുണ്ട്, അവളൊരു അഹങ്കാരിയാണ്, അവളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. എന്തായാലും സോറി അഞ്ജന എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, താൻ പറഞ്ഞത് ശരിയാണ്, ഒരിക്കലും മറ്റൊരാൾക്ക് ഒരാളുടെ മനസ്സ് വായിക്കാൻ കഴിയില്ല. ഒരാളുടെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. എല്ലാവരും ഒരു തരത്തിലെങ്കിലും ഒരു തരത്തിൽ ഓരോ വിങ്ങലുകളോടുകൂടിയാണ് ജീവിക്കുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അഞ്ജനയും ചിന്തിക്കുന്നുണ്ട്, അതെ സാറ് പറഞ്ഞത് വളരെ ശരിയാണ്, എൻ്റെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തിലാണ് ഞാൻ. ആ ഒരു തുക കിട്ടാത്തതിൻ്റെ പേരിൽ ഓരോ ദിവസവും നീറി കഴിയുകയാണ് ഞാൻ. എല്ലാവരും ചിന്തിക്കുന്നത് ഈ ചിരിച്ച് കളിച്ച് നടക്കുന്ന ഭൂമിജയെ മാത്രമേ എല്ലാവരും കണ്ടിട്ടുള്ളൂ, പക്ഷെ ഉള്ളം നീറുന്ന ഒരു ഭൂമിജയെ ആരും കണ്ടിട്ടില്ല. അതിനുള്ള അവസരം ആർക്കു മുൻപിലും ഞാൻ തുറന്ന് കാണിച്ചിട്ടില്ല എന്നൊക്കെ ചിന്തിക്കാൻ കേട്ടോ. ഇതേ സമയത്ത് മറുഭാഗത്താണെങ്കിൽ അജയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതായത് തൻ്റെ പ്രണയിനിയെ, അതായത് താൻ ജീവനത്തിലും സ്നേഹിക്കുന്ന നയനേനെ തനിക്ക് കൺമുന്നിൽ കാണാനോ അല്ലെങ്കിൽ നയനയുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഈ വിവാഹം മുടക്കാനോ കഴിയാതെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന ആ ഒരു അജയിനെയും കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭൂമിജയാണെങ്കിൽ
അച്യുതനോട് പറയുന്നുണ്ട്, അച്ഛാ ഇനി നമുക്കൊരു സ്ഥലം വരെ പോകണം, അച്ഛനെൻ്റെ കൂട്ടത്തിലെന്ന് പറഞ്ഞേ, ഒറ്റയ്ക്ക് പോകാനൊരു മടി എന്ന് പറയുമ്പോൾ അച്യുതൻ ചോദിക്കുന്നുണ്ട്, എവിടേക്കാ മോളെ, എവിടേക്കാന്ന് പറ എന്ന് പറയുമ്പോൾ അതൊക്കെ അവിടെ ചെല്ലും പറഞ്ഞാൽ പോരെ, അച്ഛനും എൻ്റെ കൂടെ വാ എന്നിങ്ങനെ പറഞ്ഞിട്ട് അച്ഛനെയും പിടിച്ചുകൊണ്ട് അങ്ങനെ പോകാനിട്ടോ ഭൂമിജ. അത് നേരെ സൗഭാഗ്യപുരത്തേക്കായിരിക്കുവേ. അങ്ങനെ സൗഭാഗ്യപുരം ആ ഒരു വീടൊക്കെ കാണുമ്പോൾ അച്യുതൻ്റെ മനസ്സിൽ പഴയ ഓർമ്മകളൊക്കെ വരികയാണ് കേട്ടോ. അങ്ങനെ അച്യുതന് തോന്നിപ്പോവുകയാണ്, ഇത് സൗഭാഗ്യപൂരമല്ലേ, ഇവിടേക്ക് എന്തിനാ അവൾ എന്നെയും കൂട്ടി വന്നത്, ഇവിടുത്തെ ആ ഭവാനി എന്നെ കണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ, മോളെ ഞാൻ വരുന്നില്ല, മോള് പോയി എന്താണെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞിട്ട് വരും, ഞാൻ വേഗം വരാം, എനിക്ക് ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ഞാൻ ഇപ്പോഴത് ഓർത്തത് എന്ന് പറയുമ്പോൾ ഭൂമിജ പറയുന്നുണ്ട്, എൻ്റെ പൊന്നച്ച എനിക്കിവിടെ അധികം താമസമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കയറി കാര്യം ചോദിക്കുക, അത്രേ ഉള്ളൂ, അച്ഛനെൻ്റെ കൂടെ ഒന്ന് വന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം എന്ന് പറഞ്ഞിട്ട് ഭൂമിജ അച്യുതനെ വിടാതെ പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അങ്ങനെ ഡോറിലും മുട്ടുമ്പോൾ വന്ന് കഥക് തുറക്കുന്നത് സത്യദാസ് ആയിരിക്കും. സത്യദാസിനെ കാണുമ്പോൾ തന്നെ ഒരു വിങ്ങലോടുകൂടി നമ്മുടെ അച്യുതൻ നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് സത്യദാസിനെ ഫേസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കേ. ആ സമയത്ത് സത്യദാസ്, മോളായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, സർ ഇത് എൻ്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ, അച്ഛനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, രണ്ടുപേരും അകത്തേക്ക് വായോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ ഭൂമിയെ കണ്ട ഉടനെ മോളിങ് എത്തിയോ എന്ന് പറഞ്ഞ് ഓടി ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ മുത്തശ്ശിയാണെങ്കിൽ നമ്മുടെ ഭൂമിനെ ആണെങ്കിൽ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയും അതുപോലെ തന്നെ ഭൂമിയുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ഭൂമിയുടെ അച്ഛനെക്കുറിച്ച് ചോദിക്കുകയും അച്ഛനെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിക്ക് ഭൂമിയോടുള്ള ആ ഒരു പെരുമാറ്റം കാണുന്നത് അത് ഇങ്ങനെ നോക്കി നിൽക്കാണ് കേട്ടോ അജയ്. എന്നിട്ട് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഭൂമിയെ മുത്തശ്ശിക്ക് ഒരുപാട് ഇഷ്ടമാണ്, മുത്തശ്ശി സ്നേഹിക്കുന്നതും പരിചരിക്കുന്നതും ഒക്കെ കണ്ടാൽ അറിയാം എന്നിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. ആ സമയത്ത് അവിടേക്ക് അഞ്ജന പറഞ്ഞിട്ട്, ഇവളെന്തിനാണോ ഇങ്ങോട്ടേക്ക് കെട്ടി എഴുന്നള്ളിയത് എന്നിങ്ങനെ നോക്കുമ്പോഴായിരിക്കും മുത്തശ്ശി പറയുന്നത്, മോളെ ഇവിടെ കുറച്ച് ഫംഗ്ഷനൊക്കെ നടക്കാൻ പോവുക, അതായത് എൻ്റെ മകൻ്റെയും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചുമോനുണ്ടല്ലോ അജയ്, അവൻ്റെയും അതുപോലെ ഈ അഞ്ജനയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകളും കല്യാണവും കാര്യങ്ങളും ഒക്കെ നടക്കാൻ പോവുക. അതിനു മുന്നേ നമ്മുടെ സത്യദാസിൻ്റെ പിറന്നാളും അങ്ങനെ ഒരുപാട് ഒരുക്കങ്ങൾ വരിക. അപ്പോൾ ആ ഒരുക്കങ്ങൾക്കൊക്കെ പായസവും സദ്യയും ഒക്കെ മോളുടെ കൈകൊണ്ട് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് മോളെ കാര്യങ്ങൾ നേരിട്ട് പറയാമെന്ന് കരുതി ഞാൻ മോളെ വിളിപ്പിച്ചത് എന്നൊക്കെ പറയാനിട്ടോ. ഇത് കേൾക്കുമ്പോൾ ഭൂമിക്ക് ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ ഭൂമി പറയുന്നുണ്ട്, ആണ് മുത്തശ്ശി, എനിക്ക് ഒരുപാട് സന്തോഷമായി, എന്തായാലും ഇത്രയും വലിയ ഓർഡറുകളൊക്കെ ഞങ്ങൾക്ക് തന്നല്ലോ, ഇതിലൂടെ ഞങ്ങൾക്ക് ഇനിയും ഓർഡറുകളൊക്കെ കിട്ടുമായിരിക്കും, എന്നാലും എന്നെ തന്നെ ഓർത്ത് വിളിച്ചിട്ട് അത് ഒരുപാട് സന്തോഷം തോന്നുന്നു മുത്തശ്ശി എന്ന് പറയുമ്പോൾ, അത് പിന്നെ നിന്നെ തന്നെ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല, നിൻ്റെ കൈപ്പുണ്യം കൊണ്ട് തന്നെയാണ്, നീ ഉണ്ടാക്കിക്കൊണ്ട് വന്ന പായസത്തിൻ്റെ ആ ഒരു രുചി ആ ഒരു മാധുര്യം കൊണ്ട് തന്നെയാണ് നിന്നെ പിന്നീടത്തെ കാര്യങ്ങളും ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല എന്നും വയറ് നിറച്ചും മനസ്സും നിറച്ചും നീ ഞങ്ങൾക്ക് ആഹാരം ഉണ്ടാക്കി തരുന്നു ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയാനിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോള് നല്ല വിനയമുള്ള കുട്ടിയാണ്, അത് നിൻ്റെ കൈപുണ്യത്തിൽ നിനക്കത് കിട്ടിയിട്ടുണ്ട്, നിൻ്റെ സ്വഭാവശുദ്ധി അതുകൊണ്ടാണ് നീ ഉയർച്ചയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി അനുഗ്രഹിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതേ സമയത്ത് സത്യദാസ് ആണെങ്കിലും ഇങ്ങനെ റൂമിൽ ചെന്നിട്ട് കുറച്ച് ഡ്രിങ്ക്സൊക്കെ കഴിക്കാനുണ്ട്. ആ സമയത്തായിരിക്കും നമ്മുടെ അച്യുതനും അവിടേക്ക് കയറി പോകുന്നത്. അച്യുതനും സത്യദാസും തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്യാനിട്ടോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്യുതൻ ഇങ്ങനെ ചോദിക്കുകയാണ്, സാറിൻ്റെ കുടുംബമൊക്കെ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാനിട്ടോ. എൻ്റെ ഭാര്യയും മകളെയും എനിക്ക് 22 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടതാണ്, അവരെക്കുറിച്ച് ഒരു വിവരവുമില്ല, അവർ മരിച്ചു പോയിട്ടുണ്ടെന്ന് പോലെയുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല, അവർ ജീവനോട് ഉണ്ടെന്ന് എനിക്ക് 100% ഉറപ്പാണ്, പക്ഷേ ഇതുവരെയായിട്ടും തിരിച്ചു കിട്ടിയിട്ടില്ല, എത്രയും പെട്ടെന്ന് കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഓരോ ദിവസവും എൻ്റെ മകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ, എൻ്റെ മകളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ സ്വപ്നം കാണുകയും അവളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരികയും ചെയ്യുകയാണ്. അത് തന്നെ നല്ലൊരു സൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ മകൾ എൻ്റെ അടുക്കൽ തന്നെ ഉണ്ടെന്നും എൻ്റെ അടുക്കിലേക്ക് വരുമെന്നുള്ളൊരു വിശ്വാസമാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഈ സമയത്ത് അച്യുതൻ ചോദിക്കുന്നുണ്ട്, അത് പിന്നെ സാറേ ഞാനൊരു കാര്യം പറഞ്ഞാൽ സാറിന് ഒന്നും തോന്നരുത് എന്ന് പറഞ്ഞിട്ട് അച്യുതൻ പറയായിരിക്കും കേട്ടോ. അതായത് സാറിൻ്റെ മകൾ എവിടെയെങ്കിലും ജീവനോടുണ്ടെങ്കിൽ അത് മറ്റാരുടെയെങ്കിലും മകളായിട്ടല്ലേ ജീവിക്കുക. അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോയ മകളെ അതായത് വളർത്താൻ വേണ്ടി കിട്ടിയ ആ കുട്ടീനെ തിരിച്ചു തരിക എന്ന് പറഞ്ഞത് അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നതല്ലല്ലോ. അതുപോലെ തന്നെ അവരതൊരിക്കലും അംഗീകരിക്കില്ലല്ലോ എന്നൊക്കെ പറയാനുണ്ടോ. ഇത്രയും കാലം നോക്കി വളർത്തിയതല്ലേ, അവരും നഷ്ടപ്പെട്ട് ആ ഒരു പിഞ്ചു കുഞ്ഞിനെ കയ്യിലേക്ക് കിട്ടിയിട്ട് ഒന്നും സംഭവിക്കാതെ ഇത്രയും നാളും സ്നേഹിച്ചും സംരക്ഷിച്ചും വളർത്തിയതല്ലേ എന്നൊക്കെ പറയുമ്പോൾ
സത്യദാസ് പറയുന്നുണ്ട്, എനിക്ക് എനിക്ക് എൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടു 22 വർഷങ്ങൾക്ക് മുൻപ്. അതിൻ്റെ വേദന ഇന്ന് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ മകൾ തിരിച്ചു വന്നാൽ പിന്നെ മറ്റാർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. അവളെ നോക്കിയവരാണെങ്കിലും അവളെ പരിചരിച്ചവരാണെങ്കിലും ആരായാലും ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ മകൾ അവൾ ജീവിതകാലം മുഴുവൻ ഇനി എൻ്റെ കൂടെ വേണം, ആർക്കും ഞാൻ കൊടുക്കില്ല, ഇനി നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല എന്ന് പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് കഴിക്കാൻ കേട്ടോ. അതോടെ കേട്ട് കഴിയുമ്പോൾ അച്യുതൻ അങ്ങനെ മനസ്സ് വിങ്ങിപ്പൊട്ടുകയാണെ. അങ്ങനെ അച്യുതൻ അവിടെ നിന്നും ഇറങ്ങാനോട്ടോ ദേഷ്യത്തോടു കൂടിയും ഒക്കെ ആയിരിക്കും കേട്ടോ അവിടെ നിന്നും അങ്ങനെ ഇറങ്ങുന്നത്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഞ്ജനയാണെങ്കിൽ ഭവാനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഭവാനി അച്യുതനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അച്യുതനെ കാണുമ്പോൾ ഇത് അവളുടെ അച്ഛനാണെന്നൊക്കെ അഞ്ജന പരിചയപ്പെടുത്തുമ്പോൾ ഇത് അച്യുതനല്ലേ, ഇവനെങ്ങനെ ഇവിടെ, അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്നത് ഇവൻ്റെ മോളാണോ? അന്ന് ഞാൻ ആ മകളെ ഏൽപ്പിക്കുമ്പോൾ ഇവന് മകളൊന്നും ഇല്ലായിരുന്നല്ലോ, പിന്നെ ഇപ്പോൾ പെട്ടെന്ന് പൊട്ടിമുളിച്ചത് എവിടെ വന്നു, എല്ലാം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അച്യുതനെക്കുറിച്ച് അന്വേഷിക്കാനും അച്യുതൻ്റെ കൂടെയുള്ള കുട്ടി അച്യുതൻ്റെ സ്വന്തം മകളാണോ എന്നുമൊക്കെ ഇങ്ങനെ അന്വേഷിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഭവാനിയുടെ മനസ്സിലൊരു തീക്കനൽ കിടക്കുകയാണ്. കാരണം താൻ ഉപേക്ഷിച്ച ആ പെൺകുട്ടി തിരികെ വരുമോ എന്നുള്ളൊരു ഭയം ഭവാനിയുടെ മനസ്സിൽ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭവാനിയോട് അഞ്ജന പറയുന്നുണ്ട്, എൻ്റെ അമ്മേ ഞാൻ അവൾ മുത്തശ്ശിയോട് പറയണമായിരുന്നു എന്ന്. അതായത് അജയ്ക്ക് എന്നെ വിവാഹം കഴിക്കാൻ അജയ് എന്നെ വിവാഹം കഴിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഈ മോതിരമാറ്റൽ ചടങ്ങ് നിശ്ചയം മുടക്കണമെന്ന് അജയ് എന്നോട് പറയുന്നു. എത്രമാത്രം എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് ഈ വിവാഹം തന്നെ നടത്താൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അവനറിയില്ലല്ലോ. ഞാൻ അവനെല്ലാം നടത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയാണ് അവന് ഭൂമിജിയാണ് ഇഷ്ടം പോലും. പക്ഷെ ആൽഫ്രഡ് പറയുന്നു ആൽഫ്രഡിൻ്റെ അനിയത്തിയാണെന്ന്. ഇതിൽ ഞാൻ ഏതാമ്മ വിശ്വസിക്കേണ്ടത്? ഇതൊക്കെ കള്ളക്കഥകളാണെന്ന് എനിക്കറിയാം. എന്നെ വിവാഹം കഴിക്കാതിരിക്കാൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച കഥകളാണ്. അങ്ങനെ ഇപ്പോൾ കഥകളൊക്കെ ചമഞ്ഞെന്ന് പറഞ്ഞിട്ട് ഞാനതൊന്നും വിട്ടുകൊടുക്കാൻ ഒരുങ്ങിയിട്ടില്ലാമേ. എന്ത് ചെയ്തിട്ടാണെങ്കിലും നമുക്ക് ഈ വിവാഹം നടത്തണമേ. അതിനെതിരായിട്ട് ഭൂമിജ നിൽക്കുന്നെങ്കിൽ അതങ്ങ് വെട്ടിമാറ്റണം എന്ന് അഞ്ജന പറയുമ്പോൾ നമ്മുടെ ഭവാനി പറയുന്നുണ്ട്, അതെ അത് വെട്ടിമാറ്റുക തന്നെ വേണം മോളെ. മോളൊന്നുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, എല്ലാ കാര്യങ്ങളും ഈ അമ്മ നോക്കിക്കോളും, മോള് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞിട്ട് ഭവാനിയും പോവുകയാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയ അച്യുതനാണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇനി എന്ത് ചെയ്യും ഏത് ചെയ്യുമെന്നറിയാതെ ആകെ വെപ്രാളത്തിൽ നിൽക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അച്യുതൻ്റെ മനസ്സിൽ മുഴുവൻ ആ സത്യദാസ് പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ മിന്നിമറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കുമേ. ഈ സമയത്ത് ഓർഡറിൻ്റെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മോളെ കൂടെ ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ, എന്തൊക്കെയാണ് ഇനി വാങ്ങണ്ടേ, എന്തൊക്കെയാണ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഭൂമിയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ മോളെ വിളിക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുക്കുമ്പോഴേക്കും എന്തിനും മോളോ ഏത് കാര്യത്തിനും മോള്, അവളില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ, ഇപ്പം അവൾ ഉണ്ടായിട്ടല്ലേ മോളെന്ന് പറഞ്ഞിങ്ങനെ തലയെ കയറ്റി വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ. നമ്മുടെ അച്യുതൻ്റെ മനസ്സിലെ സങ്കടങ്ങൾ മുഴുവൻ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ ഇങ്ങനെ പറയാനോട്ടോ. ആ ഒരു സങ്കടം മുഴുവൻ ദേഷ്യമായി മാറുകയാണ്. പെട്ടെന്ന് അവർ ചോദിക്കുന്നുണ്ട്, എന്താ അച്ചുവേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്ത് പറ്റി അച്ചുവേട്ടൻ്റെ മുഖത്ത് എന്തെങ്കിലും ഒരു ടെൻഷനും പേടിയും ഒക്കെ പറയുമ്പോൾ നമ്മുടെ അച്യുതൻ നടന്ന കാര്യങ്ങളൊക്കെ പറയാനോട്ടോ. അതായത് 22 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് കിട്ടിയ ആ മകളുടെ അച്ഛനെയാണ് ഞാൻ ഇന്ന് നേരിട്ട് കണ്ടത്. അവിടെ ചെന്നിട്ട് സാറെന്ന് പറഞ്ഞ് അവളിങ്ങനെ നടക്കുന്നത്. അവർ പറയാണ് ആ തിരിച്ചു കിട്ടിയാൽ ഇനി ഒരിക്കലും മകളെ തിരിച്ച് നോക്കിയവർക്ക് കൊടുക്കില്ല എന്നും തൻ്റെ മകളെ തന്നോടൊപ്പം വെച്ചിരിക്കുമെന്നും ഒക്കെ പറയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോകുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയോട് പറയാനോട്ടോ അച്യുതൻ. എന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എനിക്കാകെ ഒരു മനസ്സമാധാനമില്ല, എൻ്റെ മകളെ നഷ്ടപ്പെടുത്താൻ ഞാൻ ഒരുക്കമല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് നാട് വിട്ടു പോകാം, എവിടേക്കെങ്കിലും പോകാം, ആരും ഇല്ലാത്തിടത്തേക്ക് പോകാം, അവളോടും പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ അഞ്ജനയോട് പറയാനുണ്ടോ. അതായത് മറ്റൊന്നുമല്ല, നമുക്ക് എവിടേക്കെങ്കിലും പോകണം, ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ അഞ്ജന പറഞ്ഞു, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്, കുറച്ച് കടങ്ങളും ബാധ്യതകളും ഉണ്ട് വെച്ചാൽ അതൊക്കെ തീർക്കണം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ പിന്നെ തീർക്കാം, ഇപ്പം അതൊന്നും അല്ല, ഞാൻ പറഞ്ഞത് കേട്ടോണം, നമ്മൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകുന്നു എന്നൊക്കെ പറയാനുണ്ടോ. അങ്ങനെ അച്ഛൻ്റെ ആ ഒരു ദേഷ്യത്തിന് മുൻപിൽ ഒന്നും മിണ്ടാനാവാതെ നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഭൂമി.
അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഭൂമി ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന അച്ഛൻ്റെ മുക്കിൽ നിന്ന് പിന്നെയും ബ്ലഡ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡോക്ടറെ കാണിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുകയാണ്. അപ്പോൾ അമ്മയും നല്ല ഭയത്തിലാണ് കേട്ടോ. എന്താ മോളെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് വരുന്നത്, എന്ത് കാര്യമാണ് ഡോക്ടർ പറഞ്ഞത്, മോൾ എന്തെങ്കിലും എന്നോട് മറക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ലമ്മേ, ഞാൻ എന്ത് കാര്യം അമ്മയോട് മറയ്ക്കാനാണ്, അത് ഇടയ്ക്കിടയ്ക്ക് വരും എന്ന് പറഞ്ഞു, അത് വലിയ കാര്യമാക്കാനുള്ളതില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്, അമ്മ സമാധാനമായിട്ടിരിക്കും കേട്ടോ എന്നിങ്ങനെ പറയാനുണ്ടോ. അങ്ങനെ ഡോക്ടറെ പോയി കാണുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് നമ്മുടെ അച്ഛൻ്റെ നില ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ഓപ്പറേഷനുള്ള കാര്യങ്ങൾ ചെയ്യണം, ട്രസ്റ്റിൽ നിന്ന് കുറച്ച് ക്യാഷ് സംഘടിപ്പിച്ച് തരാൻ ഞാൻ നോക്കാം, എങ്കിലും ബാക്കി ക്യാഷ് എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭൂമിജിയോട് പറയാതെ അങ്ങനെ അവിടേക്ക് നമ്മുടെ അജയ് എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അജയ് ഒരു കേസ് സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി എത്തുന്നതായിരിക്കും. ഭൂമിജിയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താടോ താനെന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞത്, എന്ത് പറ്റിയത് എനിക്ക് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, അല്ല സാർ എന്താ ഇവിടെ, അത് പിന്നെ ഞാനൊരു കേസിൻ്റെ ഭാഗമായിട്ട് വന്ന, എന്താടോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭൂമിജ അങ്ങനെ പോകുവാണ് കേട്ടോ. അത് കാണുമ്പോൾ ഭൂമിജ കണ്ടിട്ടിറങ്ങി ആ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അജയ് കയറുന്നുണ്ട്. അങ്ങനെ ആ ഡോക്ടറോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരു കുട്ടിയില്ലേ ഭൂമിജ, ആ കുട്ടിക്ക് എന്താ പറ്റിയേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഡോക്ടർ പറഞ്ഞിട്ട്, എന്താ സർ, അല്ല എനിക്ക് പരിചയത്തിലുള്ള കുട്ടിയാണ്, അപ്പോൾ ആ കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടോ, അതാ ചോദിച്ചത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, എന്ത് പ്രശ്നം, ആ കുട്ടിയുടെ അച്ഛനാണെങ്കിൽ എന്താ ക്യാൻസറാണ്, അപ്പോൾ എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു സാഹചര്യമാണ്, അതിന് 10-15 ലക്ഷം രൂപ വേണ്ടിവരും, അതിൻ്റെ തത്രപ്പാടിൽ ആ കുട്ടിയാണെങ്കിൽ അച്ഛനോടും അമ്മയോടും ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല, എല്ലാം ഒറ്റക്കേറ്റ് എടുത്ത് ആകെ നീറി നടക്കുകയാണ് ആ കുട്ടി, അത് തന്നെ എന്നൊക്കെ പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ നമ്മുടെ അജയ്ക്ക് വല്ലാത്ത സങ്കടം തോന്നുകയാണ് കേട്ടോ. ഭൂമിയോട് ഇതുവരെ തോന്നാത്ത ഒരു ഇഷ്ടവും സഹതാപവും സ്നേഹവും ഒക്കെ തോന്നുകയാണേ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അജയ് ആണെങ്കിൽ ആൽഫ്രഡിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എടാ ഞാൻ എന്താടാ ചെയ്യുക, ആ അഞ്ജനയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുക, അടുത്ത ആഴ്ച ജോത്സ്യം വീട്ടിലേക്ക് വന്നു, അങ്ങനെ അടുത്ത ആഴ്ച എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്, ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, അവളോട് ഞാൻ പറഞ്ഞ ഇതിൽ നിന്ന് പിന്മാറാൻ അവൾ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ല, എന്നെ കൊണ്ടേ പോകുമെന്നാണ് പറയുന്നത്, ഞാൻ എന്താടാ ഇനി ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ, എടാ നിനക്ക് കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോടൊന്ന് തുറന്നു പറഞ്ഞൂടെ, നിനക്ക് അതിനിങ്ങനെ ഭയക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ അജയ് പറയുന്നുണ്ട്, എടാ ഭയന്നിട്ടല്ല മുത്തശ്ശി, ഇനി എൻ്റെ മനസ്സറിഞ്ഞിട്ട് പറയാം, എന്നാൽ നടത്തി തരാമെന്ന് പറഞ്ഞ് നയന എവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെയാണെന്ന് പറയും, അവളെ എനിക്കറിയില്ല, അല്ല അവളെ ഞാൻ കണ്ടിട്ടില്ല, അവൾ ഇവിടെ ഇല്ല, അവൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ, അതല്ലേ കാര്യം, അവൾ വരുന്നതും വരെ എനിക്ക് പിടിച്ചു നിൽക്കണം, അതിനാരും എന്നെ സമ്മതിക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല, കാരണം എൻ്റെ മനസ്സ് നിറയെ അവളാണ് എന്നൊക്കെ പറയാനിട്ട്. അപ്പോൾ ആൽഫ്രഡ് പറഞ്ഞത്, എങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യും, അഞ്ജനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇപ്പം മറ്റൊരു പെൺകുട്ടിയെ വല്ലതും വിവാഹം കഴിക്കുക, എന്നിട്ട് നയന വരുമ്പോഴത്തേക്കിനും നൈസായിട്ടും ഒഴിവാക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഇനി കാര്യം നടക്കുകയുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ അജയ് ഞാനും അത് ചിന്തിച്ചിരുന്നു, എടാ നീ എന്തായി പറഞ്ഞത്, ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞ, അങ്ങനെ ഇപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പറ്റുമോ, ഒരു പെൺകുട്ടിയുടെ ജീവിതം നമുക്ക് തകർക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അങ്ങനെ പിന്നീട് രാത്രി ആകുമ്പോഴേക്കും അഞ്ജനയുടെ കാര്യങ്ങളും അതുപോലെ തന്നെ നയന വരാത്തതിൻ്റെ ആ ഒരു പരിഭവവും പിന്നെ ഭൂമിയുടെ കാര്യങ്ങളും ഒക്കെ കൂടി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ നമ്മുടെ അജയ്. ഇനി എന്താ ചെയ്യേണ്ടതെന്നറിയാതെ ആകെ മനസ്സ് വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നത്. അതായത് ഭൂമിയുടെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 10-15 ലക്ഷം രൂപ വേണം, ഇതുവരെയായിട്ടും ആ പണം റെഡി ആയിട്ടില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് ആ പാവം കുട്ടി എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കാൻ കേട്ടോ. അങ്ങനെ ഭൂമിനെ വിളിക്കുകയാണേ നമ്മുടെ അജയ്. അപ്പോൾ ഭൂമി കോൾ അറ്റൻഡ് ചെയ്തിട്ട്, എന്താ സർ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, തന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, കുറച്ച് സീരിയസാണ്, അതുകൊണ്ട് ഓഫീസിൽ വെച്ചിട്ട് വേണ്ട, തനിക്ക് പുറത്തോട്ടൊന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, വരാമല്ലോ സർ, എവിടെയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ബീച്ചിലേക്ക് വരാൻ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അജയ് നേരത്തെ ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, മോനെ എവിടെ പോകുക, ഇന്ന് സ്റ്റേഷനിൽ പോകുന്നില്ലേ എന്ന് പറയുമ്പോൾ, പോകുന്നുണ്ട് മുത്തശ്ശി, എനിക്കൊരാളെ കാണാനുണ്ട്, അത്യാവശ്യ കാര്യമാണ്, അയാളെ കണ്ടിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് വെച്ചു എന്നിങ്ങനെ പറയാനുണ്ട്. ശരി പോയിട്ട് വാന്നും പറയാണേ. അങ്ങനെ നമ്മുടെ അഞ്ജന ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആരെയാണ് ഇത്ര അത്യാവശ്യമായിട്ട് കാണാൻ പോകേണ്ടത്, എന്തായാലും ഇവൻ്റെ ചുറ്റിക്കളി എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയ അവസരമാണ്, ഇവൻ എവിടേക്കാണ് പോകുന്നതെന്ന് ഇതുവഴി നോക്കാം എന്ന് പറഞ്ഞിട്ട് അഞ്ജനയും പിന്നാലെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഭൂമിയും അതുപോലെ തന്നെ നമ്മുടെ അജയും കൂടെ ബീച്ചിൽ വെച്ച് കണ്ടുമുട്ടാണ്, അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ഇത് കാണുന്ന അഞ്ജന ആകെ ദേഷ്യപ്പെടുകയാണ്, ഇവൻ പിന്നെ എന്നോട് കള്ളം പറഞ്ഞത്, അപ്പോൾ ഇവൻ ഇഷ്ടം ഈ ചായക്കടക്കാരിനെ തന്നെയാണ്, ഇവൻ്റെ ഇഷ്ടം ഞാൻ ശരിയാക്കും
നടക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഞ്ജന തിരികെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ. അങ്ങനെ ഭവാനിയോടും പറയുന്നുണ്ട് അവന് നമ്മുടെ ഭൂമിനെയാണ് ഇഷ്ടമെന്നും ഭൂമിയുടെ കൂടുതൽ കറക്കമാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജയ് ആണെങ്കിൽ ഭൂമിയോട് പറയാണ് എനിക്കൊരു സഹായം വേണം. ഇപ്പോൾ നമ്മൾ തുല്യ ദുഃഖിതരാണ്. കാരണം എനിക്ക് വിവാഹം നടക്കാൻ പാടില്ല. അതുപോലെ തന്നെ തനിക്ക് കുറച്ച് പണവും വേണം. തൻ്റെ അച്ഛന് ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തനിക്ക് ക്യാഷ് വേണം എന്ന് പറയുമ്പോൾ ഭൂമി ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നല്ലേ, താൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ തൻ്റെ ഡോക്ടറെ ഞാൻ കണ്ടിരുന്നു, അങ്ങനെ ഞാൻ അറിഞ്ഞതാണ്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ ഇവിടുത്തെ വിഷയം. അപ്പോൾ എനിക്ക് തന്നോട് ഒരു അർജൻറ്റ് കാര്യമാണ്. താൻ ഇതെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നി. തൻ്റെ ചോയ്സാണ്, തനിക്ക് താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പറ എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അതായത് തനിക്ക് കുറച്ച് നാളത്തേക്കിന് എൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റുമോ, അതായത് ഈ വിവാഹ നിശ്ചയത്തിൽ നിന്നും ഒഴിവാകാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ കല്യാണം കഴിക്കുന്നത് പോലെ എനിക്ക് എല്ലാവരുടെ മുൻപിൽ ഒന്ന് ബോധിപ്പിക്കണം, അത്ര തന്നെ. അതിന് പ്രത്യുപകാരമായിട്ട് തൻ്റെ അച്ഛന് വേണ്ടുന്ന എത്ര പണമാണെങ്കിലും, അതായത് ഹോസ്പിറ്റൽ ഓപ്പറേഷൻ ആവശ്യമായ അത്രയും പണം ഞാൻ തന്നെ തന്നേക്കാം എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് ഭൂമിജ പറയുന്നുണ്ട് സാർ പറയുന്നത് പോലെ ഈ വിവാഹം എന്നൊക്കെ പറഞ്ഞത് കളിതമാശയല്ല, അത് ആയുഷ്കാലം നീണ്ടു നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിന് ആ ഒരു പവിത്രമായ കാര്യത്തെ നമുക്കിങ്ങനെ കളിതമാശയായിട്ട് എടുക്കാൻ കഴിയില്ല. അതുമല്ല എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ആ മുത്തശ്ശിയോടൊക്കെ കള്ളം പറയാൻ എനിക്കാവില്ല സാർ, അതുകൊണ്ട് സാർ എന്നെ വിട്ടേര് എന്ന് പറയാൻ. എന്നിട്ട് പറയുന്നുണ്ട് അഞ്ജനയെ സാറിന് ഇഷ്ടമല്ലെങ്കിൽ അത് സാർ എല്ലാവരുടെ മുൻപിൽ തുറന്ന് പറ, അല്ലാതെ സാർ ഇങ്ങനെ പേടിച്ചിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജന നമ്മുടെ ഭൂമിയാണെങ്കിൽ അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോകുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അച്യുതൻ്റെ മൂക്കിൽ നിന്നും പിന്നെയും ബ്ലഡ് വരികയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ അച്യുതൻ്റെ നില ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ഭൂമിയാണെങ്കിൽ തീരുമാനിക്കുകയാണ് എങ്കിൽ ഇനി വെച്ചുകൊണ്ട് തന്നിട്ട് കാര്യമില്ല, ഇനി എൻ്റെ മുൻപിൽ ഏക വഴി അജയ് സർ തന്ന ഓഫർ സ്വീകരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക, എന്നാലേ എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ട് നമ്മുടെ ഭൂമിയാണെങ്കിൽ അജയനെ വിളിച്ചിട്ട് എനിക്ക് സമ്മതമാണ് എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ എഗ്രിമെൻറ്റ് വിവാഹത്തിന് നമ്മുടെ ഭൂമിയാണെങ്കിൽ ഒപ്പുവയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ക്യാഷ് കൊണ്ട് അച്യുതൻ്റെ ഓപ്പറേഷനൊക്കെ റെഡിയാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ.